ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുകയും ആഗോളതലത്തിൽ 19% പഞ്ചസാര കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ ഇന്ത്യ ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം വിദേശത്ത് നിന്ന് വൻതോതിൽ പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നു. രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് ഏക്കറിൽ കരിമ്പ് കൃഷിയുണ്ട്. നൂറുകണക്കിന് പഞ്ചസാര മില്ലുകളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും കേന്ദ്ര സർക്കാർ 10 ലക്ഷം ടൺ റോ ഷുഗർ ഡ്യൂട്ടി ഫ്രീ ആയി, അതായത് സാധാരണ ഈടാക്കാറുള്ള 100% ഇറക്കുമതി തീരുവയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ്. സ്വയം പര്യാപ്തതയുള്ള ഒരു രാജ്യത്തിന് പെട്ടെന്ന് എന്തുകൊണ്ടാണ് പഞ്ചസാര ഇറക്കുമതി ചെയ്യേണ്ടി വന്നത്? നമ്മുടെ നാട്ടിലെ വിപണിയിൽ പെട്ടെന്ന് പഞ്ചസാരയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ക്ഷാമവും വിലക്കയറ്റവും ഉണ്ടായത്? ഇതിനു പിന്നിൽ കേവലം പ്രകൃതി ദുരന്തങ്ങൾ മാത്രമാണോ, അതോ അതിലും വലിയ ചില ഇന്ധന നയങ്ങളും രാഷ്ട്രീയ ലോബികളും പ്രവർത്തിക്കുന്നുണ്ടോ? ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓരോ സാധാരണക്കാരനെയും ബാധിക്കുന്ന വലിയ സാമ്പത്തിക വിഷയം, അതായത് പഞ്ചസാരയുടെ ഈ ക്ഷാമം ഇപ്പോൾ വിപണിയിൽ വലിയ തോതിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾ മുമ്പ് വരെ സാധാരണ നിലയിലായിരുന്ന പഞ്ചസാര വിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് 52 രൂപ കടന്നു. ചില സംസ്ഥാനങ്ങളിൽ ഇത് 65 രൂപ വരെ എത്തി നിൽക്കുന്നു. മുംബൈ, ഭോപ്പാൽ തുടങ്ങിയ നഗരങ്ങളിൽ 58 മുതൽ 63 രൂപ വരെയാണ് വില. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മാത്രം ഏകദേശം 40% വില വർധനവ്, അതായത് കിലോയ്ക്ക് 15 രൂപയോളമാണ് വർദ്ധിച്ചത്. ഇതിനു പുറമെ വരാനിരിക്കുന്ന പ്രധാന ഉത്സവ സീസണുകളായ ഓണം, ദസറ, ദീപാവലി തുടങ്ങിയ സമയങ്ങളിൽ മധുര പലഹാരങ്ങൾക്കും പഞ്ചസാരയ്ക്കുമുള്ള ഡിമാൻഡ് കുത്തനെ കൂടും. നമ്മുടെ കൈവശമുള്ള കരുതൽ ശേഖരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നതും വിപണിയിൽ ആശങ്ക കൂട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് വില നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടാൻ നിർബന്ധിതരായിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു വർഷം ശരാശരി 280 ലക്ഷം ടൺ പഞ്ചസാരയാണ് പ്രാദേശികമായി ആവശ്യം വരുന്നത്. എന്നാൽ ഈ സീസണിലെ ഉൽപാദനം 290 ലക്ഷം ടണ്ണിലേക്ക് ചുരുങ്ങുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഉൽപാദനവും ആവശ്യകതയും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറയുമ്പോൾ വിപണിയിൽ ചെറിയൊരു വിതരണ തടസ്സം ഉണ്ടായാൽ പോലും അത് വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിചിത്രമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ രാജ്യത്ത് കരിമ്പ് കൃഷി ചെയ്ത വിസ്തൃതി 1.5% കൂടുതലായിരുന്നു. എന്നിട്ടും ഉൽപാദനം കുറഞ്ഞു. ഉത്തർപ്രദേശ് പോലുള്ള പ്രമുഖ സംസ്ഥാനങ്ങളിൽ കരിമ്പ് കൃഷിയെ ബാധിച്ച രോഗങ്ങളും മഹാരാഷ്ട്രയിലും കർണാടകയിലും പെയ്ത അസമയത്തുള്ള മഴയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് കരിമ്പിലെ പഞ്ചസാരയുടെ അളവ്, അതായത് ഷുഗർ റിക്കവറി റേറ്റ് കുറയ്ക്കാനുള്ള പ്രധാന കാരണം. അതായത് കൂടുതൽ സ്ഥലത്ത് കൃഷി ഇറക്കിയെങ്കിലും കരിമ്പിൽ നിന്ന് ലഭിച്ച പഞ്ചസാരയുടെ അളവ് പ്രതീക്ഷിച്ചതിലും വളരെ കുറവായിരുന്നു. എന്നാൽ കാലാവസ്ഥ മാത്രമല്ല ഇതിന് കാരണം. ഇവിടെയാണ് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്നത്. നമ്മുടെ കരിമ്പ് ഇപ്പോൾ പഞ്ചസാര ഉണ്ടാക്കാൻ മാത്രമായിട്ടല്ലല്ലോ ഉപയോഗിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ E20 നയം അനുസരിച്ച് പെട്രോളിൽ 20% എഥനോൾ കലർത്തുക എന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും വേണ്ടിയാണ് സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത്. ഇതിനായി രാജ്യത്തുടനീളം വലിയ എഥനോൾ ഡിസ്റ്റിലറികൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. എഥനോൾ ഉണ്ടാക്കാൻ പ്രധാനമായി ഉപയോഗിക്കുന്നത് കരിമ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. പഞ്ചസാര ഉണ്ടാക്കുന്നതിനേക്കാൾ സാമ്പത്തികമായി ലാഭം എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ന് മില്ലുകൾക്ക് തോന്നുമ്പോൾ കരിമ്പിന്റെ ഒരു വലിയ പങ്ക് എഥനോൾ നിർമ്മാണത്തിലേക്ക് തിരിച്ചുവിടപ്പെടുന്നു. ഈ സീസണിൽ മാത്രം ഏകദേശം 31 ലക്ഷം ടൺ പഞ്ചസാരയ്ക്ക് തുല്യമായ കരിമ്പാണ് എഥനോൾ നിർമ്മാണത്തിനായി മാത്രം മാറ്റിവെച്ചത്. രാജ്യത്തെ മൊത്തം എഥനോൾ ഉൽപ്പാദനത്തിന്റെ 30 മുതൽ 35% വരെ കരിമ്പിൽ നിന്നാണ് നിർമ്മിക്കുന്നതും. ഇത് പഞ്ചസാരയുടെ ലഭ്യതയെയും വിലയെയും നേരിട്ട് ബാധിച്ചു. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് ഇന്ധന ഇറക്കുമതി ചെലവ് കുറയ്ക്കുമെങ്കിലും ഉയർന്ന അളവിലുള്ള എഥനോൾ സാന്നിധ്യം പഴയ മോഡൽ വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ വലിയ കേടുപാടുകൾ വരുത്തുന്നുണ്ടെന്ന പരാതിയും വാഹന ഉടമകൾക്കിടയിൽ ശക്തമാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഒഴിവാക്കാൻ സർക്കാർ ചില പ്രധാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇറക്കുമതിയാണ് പ്രധാനപ്പെട്ടത്. 10 ലക്ഷം ടൺ റോ ഷുഗർ നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ തുറമുഖങ്ങളോട് ചേർന്നുള്ള റിഫൈനറികൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. പൂഴ്ത്തിവെപ്പ് തടയലാണ് രണ്ടാമത്തെ കാര്യപരിപാടി. വൻകിട വ്യാപാരികൾ, മിഠായി നിർമ്മാതാക്കൾ, സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനികൾ എന്നിവർക്ക് സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തി. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പഞ്ചസാര ശേഖരിച്ചു വെക്കുന്നത് തടയാൻ ആഴ്ചതോറും സ്റ്റോക്ക് വിവരങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കയറ്റുമതി നിരോധനമാണ് മൂന്നാമത്തെ പദ്ധതി. മുൻ വർഷങ്ങളിൽ വൻതോതിൽ പഞ്ചസാര വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യ നിലവിൽ കയറ്റുമതി പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിലും വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പഞ്ചസാര എത്തിച്ചേരാൻ സമയമെടുക്കുമെന്നതിനാൽ ദീപാവലി സമയത്ത് ഉൾപ്പെടെ വിപണിയിലെ വില പെട്ടെന്ന് കയറുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി നമുക്ക് ഇതിന് പിന്നിലെ ഏറ്റവും നിർണായകമായ ഒരു അണിയറ ശക്തിയെക്കുറിച്ച് പരിശോധിക്കാം. ഇന്ത്യൻ ഷുഗർ ആൻഡ് എഥനോൾ ലോബി. കരിമ്പ് പാടങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മുടെ വാഹനങ്ങളുടെ ഫ്യൂവൽ
ടാങ്ക് വരെ എത്തി നിൽക്കുന്ന ഈ ഭീമൻ സിൻഡിക്കേറ്റിന് എങ്ങനെയാണ് രാജ്യത്തെ രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെയും നിയന്ത്രിക്കാൻ കഴിയുന്നത്? 1930കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് യുപിയിലും ബീഹാറിലും വൻകിട പഞ്ചസാര വ്യവസായം തുടങ്ങുന്നത്. പിന്നീട് മഹാരാഷ്ട്രയിൽ 1950കളിൽ സഹകരണ മേഖലയിൽ ആരംഭിച്ച പഞ്ചസാര മില്ലുകൾ 60കളിലും 70കളിലും രാഷ്ട്രീയക്കാരുടെ കൈകളിലെത്തി. ഒരു പഞ്ചസാര മില്ല് എന്നത് വെറും ഒരു ഫാക്ടറി മാത്രമായിരുന്നില്ല. അതിനോടനുബന്ധിച്ച് സഹകരണ ബാങ്കുകൾ, ഡയറികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കുകയും ചെയ്യും. മില്ലിന്റെ തലപ്പത്തിരിക്കുന്നയാൾക്ക് ആ പ്രദേശത്തെ ബാങ്കും തൊഴിലും വോട്ട് ബാങ്കും പൂർണ്ണമായും നിയന്ത്രിക്കാനാകും. ശരത് പവാറിനെ പോലുള്ള നേതാക്കൾ വളർന്നു വന്നത് ഇത്തരം സാഗർ സാമ്രാട്ട് അഥവാ പഞ്ചസാര രാജാക്കന്മാരുടെ ശൃംഖലയിലൂടെയാണെന്ന കാര്യം പലപ്പോഴും വലിയ ചർച്ചയായിരുന്നു. 2014-15 കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ പഞ്ചസാര വില ഇടിഞ്ഞപ്പോൾ ഈ മില്ലുകൾ വലിയ നഷ്ടത്തിലായി. കർഷകർക്ക് കൊടുക്കാൻ ആയിരക്കണക്കിന് കോടി രൂപ കുടിശ്ശികയായി. ഈ ഘട്ടത്തിലാണ് സർക്കാർ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഇതോടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ മില്ലുകളിൽ നിന്ന് നിശ്ചിത ഉയർന്ന വില നൽകി എഥനോൾ നേരിട്ട് വാങ്ങാൻ തുടങ്ങി. ബ്രസീലിയൻ മോഡൽ പിന്തുടർന്ന് നമ്മുടെ പഞ്ചസാര മില്ലുകൾ ബയോ എനർജി പാർക്കുകളായി മാറി. എഥനോളിന്റെ പ്രചാരകനായ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ മേഖലയിലുള്ള താല്പര്യങ്ങൾ പ്രതിപക്ഷം ആരോപിക്കാറുണ്ട്. എന്നാൽ രാജ്യത്തെ 550ഓളം എഥനോൾ മില്ലുകളിൽ തന്റെ കുടുംബത്തിന് കേവലം 0.07% വിഹിതം മാത്രമേയുള്ളൂ എന്നും ഇത് വ്യാജ പ്രചരണമാണെന്നുമാണ് ഗഡ്കരി വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥ ലാഭം ആർക്കാണ് കിട്ടിയത്? കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന കരിമ്പിന്റെ തറവിലയിൽ ഉണ്ടായത് 60 മുതൽ 65% വരെ വർധനവ് മാത്രമാണ്. അതേസമയം വളത്തിന്റെയും ഡീസലിന്റെയും കൂലിയുടെയും ചെലവ് ഇരട്ടിയിലധികമായി. എന്നാൽ മറുവശത്ത് എഥനോൾ നിർമ്മിക്കുന്ന വൻകിട മില്ലുകളുടെ ലാഭവിഹിതവും ഓഹരി വിലയും 500 മുതൽ 1000% വരെയാണ് ഉയർന്നത്. എഥനോൾ ഉൽപാദനത്തിനായി സർക്കാർ പലപ്പോഴും ബ്രസീൽ മാതൃക ഉദാഹരിക്കാറുണ്ട്. എന്നാൽ വിശാലമായ ഭൂപ്രദേശവും ഉയർന്ന ജലലഭ്യതയുമുള്ള ബ്രസീലിലെ സാഹചര്യമല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യ ഉയർന്ന ജനസാന്ദ്രതയുള്ളതും കടുത്ത ജലക്ഷാമം നേരിടുന്നതുമായ രാജ്യമാണ്. കരിമ്പും നെല്ലും ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായ വിളകളുമാണ്. ഇപ്പോൾ കരിമ്പിന് പുറമെ ചോളത്തിൽ നിന്നും കേടുവന്ന അരിയിൽ നിന്നും എഥനോൾ ഉണ്ടാക്കാൻ സർക്കാർ പ്രോത്സാഹനം നൽകുന്നുണ്ട്. ചോളത്തിന് ഉയർന്ന താങ്ങുവില നൽകി കർഷകരിൽ നിന്ന് സംഭരിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും കോഴിത്തീറ്റയ്ക്കും കാലിത്തീറ്റയ്ക്കും ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ ഇന്ധനത്തിലേക്ക് വഴിതിരിച്ചു വിടുമ്പോൾ അത് ക്ഷീര, പൗൾട്രി മേഖലകളെ ബാധിക്കുകയും ഭാവിയിൽ മറ്റ് ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ഭക്ഷ്യസുരക്ഷയാണോ അതോ ഊർജ്ജ സുരക്ഷയാണോ പ്രധാനം എന്ന വലിയ ചോദ്യമാണ് ഈ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത്. ഭക്ഷ്യവിളകളെ ഇന്ധനമാക്കി മാറ്റുന്നതിന് പകരം പുനരുപയോഗ ഊർജ്ജ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ത്യയിൽ വലിയ തോതിൽ ലഭിക്കുന്ന സൗരോർജ്ജവും ഇലക്ട്രിക് വാഹനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാത്രമേ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദമായ ഊർജ്ജമാറ്റം കൈവരിക്കാനും സാധിക്കൂ. ഭക്ഷ്യസുരക്ഷയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെയും ബലികഴിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഇത്തരം ഇന്ധന നയങ്ങൾ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയും ചെയ്യുന്നു.